എങ്ങനെ സിവിൽ സർവീസ് എന്നുള്ളൊരു ഇത് വന്നു എന്നുള്ളതാണ്. അപ്പം അമ്മ സർവീസിനകത്ത് ഈ ട്രാൻസ്ഫർ പ്രൊമോഷൻ എന്തൊക്കെയോ ഇഷ്യൂസ് ബന്ധപ്പെട്ടിട്ട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളിനെ കാണാൻ പോയി. അപ്പം ഞാൻ ചെറിയ കുട്ടി മറ്റേ ബോവനമോളിലെ പട്ടി പോകുന്ന ഞാൻ ആ സീൻ കൂടെ പോയി. ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈ പ്രിൻസിപ്പൾ ഒടുക്കത്തെ ജാട, ഈ ഫയലിനകത്തുനിന്ന് തല പൊക്കുന്ന പോലും ഇല്ല. അപ്പോൾ ഞാനും അമ്മ അവിടെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ സീനൊക്കെ കുറച്ച് എന്തിനാ ഇത്ര റൂഡായിട്ട് ഒരു പെരുമാറുന്നത്? അദ്ദേഹം ഡോക്ടറാണ്. അതെ ഡോക്ടർ തന്നെയാണല്ലോ. എന്തോ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നു. പിന്നെ മെഡിക്കൽ കോളേജ് അഡ്മിനിസ്ട്രേഷൻ്റെ തലപ്പത്തുള്ളത് ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്, അതും ഡോക്ടർ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ പോകുന്നു. അവിടെ അതിനെക്കാട്ടിലും ജാട, ഒരു അറഗൻസ്, ആ പവറിൻ്റെ ഈ അല്പത്തരം കാണിക്കുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ഒരു സ്ത്രീയാണ് വന്ന് നിൽക്കുന്നത്, ഒരു കുട്ടി കൂടെ ഉണ്ട്. അപ്പോൾ ആസ് എ ചൈൽഡ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് ഇങ്ങനെയൊന്നും അല്ലല്ലോ ബിഹേവ് ചെയ്യേണ്ടതെന്നും. ഒരു ജാട, ഒരു ഹെഡ് വെയിറ്റും ഇതൊക്കെ കാണുമ്പോൾ. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് അന്നേ ദിവസം തന്നെ സെക്രട്ടേറിയറ്റിലേക്ക് പോയതാണ് ഈ ടേണിംഗ് പോയിന്റ്. സെക്രട്ടേറിയറ്റിൽ ചെന്നിട്ട് നമ്മൾ ആരെയോ കാത്തിരിക്കുകയാണ്. അവിടെ കോറിഡോറിൽ കുറേ നേരം കാത്തിരുന്നു. കുറേ കഴിഞ്ഞപ്പം വ്യക്തി താടിയൊക്കെ ഉള്ള ഒരാൾ ഓടിച്ചാടി റൂമിനകത്തോട്ടേക്ക് അങ്ങ് കയറുകയാണ്. വൈകുന്നേരമാണ്. അപ്പോൾ അകത്തോട്ട് വിളിക്കുകയാണ്. അകത്തോട്ട് വിളിക്കും, ഞങ്ങൾ ചെല്ലുന്നു. അപ്പോൾ ഡോക്ടറെ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഒരു കാപ്പി കൊടുക്കുന്നു. എന്താ കാര്യം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വളരെ സൗമ്യമായിട്ട്. ഇതുവരെ കണ്ട കാഴ്ചയല്ല, ഇതുവരെ കണ്ടതേ അല്ല. അതേസമയം ഒരു കുട്ടി എന്നുള്ള നിലയ്ക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇദ്ദേഹമാണ് പവർ ഹയറാർക്കിയിൽ മറ്റുള്ളവരെക്കാട്ടിലൊക്കെ മേലെ എന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇയാളുടെ പെരുമാറ്റം നേരെ തിരിച്ചും വളരെ വിനയത്തോടും സൗമ്യമായിട്ടും ഒക്കെയാണ് സംസാരിക്കുന്നത്. പ്രശ്നം പരിഹരിച്ചോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പുറത്തിറങ്ങാൻ നേരം ഞാൻ അമ്മയെടുത്ത് പക്ഷേ ചോദിച്ചു ഇതാരാന്ന്. കാരണം ചോദിക്കാൻ തോന്നി. ഹി വാസ് ഡിഫറെൻറ്റ്. അപ്പോൾ അമ്മ അവന് ഇതാണ് ഹെൽത്ത് സെക്രട്ടറി, IAS ഓഫീസറാണ്, അങ്ങനെയാണ്. അപ്പോൾ വളരെ സിനിമാറ്റിക്കായിട്ട് ആലോചിക്കണം. ഈ സെക്രട്ടേറിയറ്റിലെ കോറിഡോറിൽ ഇങ്ങനെ നടന്ന് പോകുമ്പം തിരിഞ്ഞിങ്ങനെ നോക്കുമ്പം പേരിങ്ങനെ കാണുന്നു, പേരിൻ്റെ അറ്റത്ത് IAS എന്നിങ്ങനെ കാണുകയാണ്. അപ്പോൾ മനസ്സ് പിടിച്ച് കൊള്ളാമല്ലോ ഈ പരിപാടി എന്ന്. ഇങ്ങനെ പെരുമാറുന്ന ഒരു എന്നാ അധികാരമുള്ള ഒരു വ്യക്തി നമുക്കൊരു ചെറിയ ആരാധന ഇങ്ങനെ ആവണം എന്ന് തോന്നി. അന്നാണ് ആദ്യമായിട്ട് IAS എന്നുള്ളൊരു സാധനം തലേ കയറുന്നത്. പിന്നെ എത്ര പ്രായം കാണുമായിരിക്കും? സ്കൂളിലാണെന്ന് മാത്രമേ ഓർമ്മയുള്ളൂ. ഏത് പ്രായമൊന്നും അങ്ങനെ ചെറിയ കുട്ടിയാണ്. പിന്നീട് ISROയിലും അവിടെ ഈ കൺട്രോളർ എന്ന് പറഞ്ഞൊരു തസ്തികയുണ്ട്. അതും ISR ഇരിക്കുന്ന പോസ്റ്റാണ്. അത് അച്ഛൻ എപ്പോഴെങ്കിലും പറഞ്ഞു ഉണ്ട്. കൺട്രോളർ പോസ്റ്റിൽ ISR അല്ലെങ്കിൽ ചിലപ്പോൾ INTS എന്നൊക്കെ ഡെപ്യൂട്ടേഷനിൽ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പലയിടത്തും വർക്ക് ചെയ്യുന്ന ഒരു ജോലിയാണിത്. ഇതിന് കുറേ പ്രത്യേകതകളുണ്ട്. അതൊക്കെ അങ്ങനെ കേട്ടറിഞ്ഞാണ്. അല്ലാതെ നമ്മുടെ ഫാമിലിയിൽ നിന്ന് ആരും സിവിൽ സർവീസ്. അപ്പോൾ അതേക്കുറിച്ച് പഠിച്ചു, എങ്ങനെ ആവണം എന്നൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അങ്ങനെയാണ് അതിലേക്ക് ഒരു താല്പര്യം വരുന്നത്. അപ്പോൾ ഒരു 10ാം ക്ലാസ്സൊക്കെ ആയപ്പോഴേക്കും ഏതാണ്ട് തീരുമാനിച്ചു, ഓക്കെ ഇതൊന്ന് എന്തായാലും ഇത് വേണം.